എക്സ്ക്യൂസ് മീ. യെസ് എക്സ്ക്യൂസ് മീ. അവളെ നീന്നോ എടിയെന്നോ അല്ല വിളിക്കേണ്ടത്. ഓടിയണം. എക്സ്ക്യൂസ് മീ. യെസ് എക്സ്ക്യൂസ്ഡ്. അവൾക്കൊരു പേരുണ്ട്. വേലക്കാരുടെ പേര് ഞങ്ങൾ എന്തിനാ ചോദിച്ചു വെക്കുന്നേ? ചെവിൽ എന്നതാണ് പാളയോ? അമൃത എന്റെ അടുത്ത് വാ. ഇതാണോ വേലക്കാരി? ഇവിടെ കണ്ടിട്ട് വേലക്കാരി എന്ന് വിളിച്ചാ മൊണ്ണേനെ ഒന്ന് വിളിച്ചാ ഇങ്ങോട്ട് വരാൻ. Look, for your kind information. ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നല്ലേ? ഇവൾ ഈ വീട്ടിലെ വേലക്കാരിയല്ല. എടാ നിന്റെയൊക്കെ വീട്ടില് വേലക്കാരി എങ്ങനെയാടാ വരുന്നത്? പട്ടസാരി കൊടുത്താണോ? ഈ വീട്ടിലെ മൂത്ത മരുമകളാണ്. അതുപോലും മനസ്സിലാക്കാനുള്ള സാമാന്യ വേലക്കാരിയുടെ വേഷം കണ്ടില്ലേ നിങ്ങള്? മുകേഷ് അംബാനിയുടെ വേലക്കാരിയാന്ന് തോന്നുന്നു. സ്വന്തം ഭാര്യനെ വേലക്കാരെന്ന് വിളിച്ചിട്ട് അത് കേട്ടിട്ട് അത് അങ്ങനെ ഒരു പഴം പുഴുങ്ങി. സ്വന്തം ഭാര്യനെ സ്വന്തം വീട്ടിൽ വെച്ച് കുറെ മൊണ്ണകള് വേലക്കാരിന്ന് വിളിച്ചിട്ട് അതുപോലും കേട്ടിട്ട് പ്രതികരിക്കാതെ ഉറുമുവിന്റെ വാക്ക് കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു മൊണ്ണ. അർജുൻ ദേശായിയുടെ ഭാര്യ അമൃത മോശായി. അമൃത വളരെ തരം താഴ്ന്ന കോമഡി. അവതാരകൻ സ്വയം വില കളയുന്നു എന്നല്ലാതെ മറ്റൊന്നും പറയാനാകില്ല. വളരെ മോശം. 2014 മുതൽ 2017 വരെ റേറ്റിംഗിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന സീരിയലാണത്. 4 വർഷം റേറ്റിംഗിൽ മുൻപന്തിയിൽ നിന്ന് 1 ഇഞ്ച് താഴെ പോകാതെയാണ് ചന്ദനമല ഓടിയത്. ഏഷ്യാനെറ്റിന്റെ അഭിമാന പരമ്പരകളിൽ ഏറ്റവും മികച്ച സീരിയൽ. ഏത്? അവന്റെ ആ കമന്റിന്റെ ആ ഒരു ശുഷ്കാന്തി കണ്ടോ? 4 വർഷം മലയാളി പ്രേക്ഷകർ ദേശായി കുടുംബത്തെ കാണാൻ കഴിഞ്ഞു. ദേശായി സംസ്കാരമാണ് ഈ സീരിയൽ ഫോളോ ചെയ്യുന്നത്. അതായത് മുഞ്ഞ സംസ്കാരം. ചന്ദന മലർ പോലെ മികച്ച പരമ്പര ഏഷ്യാനെറ്റിൽ വേറെ ഉണ്ടായിരുന്നെന്ന് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്ന്. ഇവനെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നേ കണ്ടല്ല, ഞാൻ അവനെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചേനെ. അമൃത എന്റെ ജീവൻ രക്ഷിച്ചത് തീയിലേക്ക് ചാടി വീണ് ഇവളെന്നെ രക്ഷിക്കുകയായിരുന്നു. അമൃത ഒരു കില്ലാടി തന്നെ. അതെ അമ്മേ, 10ാം ക്ലാസ്സിൽ ഞാൻ ഫയർ ആൻഡ് സേഫ്റ്റി കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അമ്മച്ചി എന്റെ ജീവൻ നീ രക്ഷപ്പെടുത്തിയത്. ഇതെങ്ങനെയാ സംഭവിച്ചത്? വർഷ പറയുന്നത് മണ്ഡപത്തിൽ എണ്ണ താഴെ വീണു, അതിന്റെ മുകളിൽ വിളക്ക് വീണു, അങ്ങനെ തീ പടർന്നു. എന്റെ അത് തന്നെ അല്ലേ? അതാണത്. അർജുനനി ഓഫീസ് എന്നുള്ള മന്ത്രം കുറച്ചാണ് മാറ്റി വെച്ച് തിന്നിട്ട് എല്ലാം കുടുങ്ങിയതാ. അമൃത എന്ന മന്ത്രം ഉരുവിടണം. യെസ്. അപ്പോ അമൃതയെ പോലെ ഒരു സുന്ദരി കുട്ടി ജനിക്കും. ആ ശർക്കരയും എടുത്തേ. പാലപ്പത്തിന് എന്തിനാ കുഞ്ഞെ ശർക്കര? പാലപ്പത്തിന് ശർക്കര ഇടും. ഇടില്ല കുഞ്ഞെ. ഏട്ടത്തിയ ശർക്കരയും എടുക്ക്. ആ ശർക്കര അങ്ങോട്ട് എടുത്ത് കൊടുക്ക് ചേച്ചി. പാലപ്പത്തിന് ശർക്കര മാത്രമല്ല, അവള് ഇടിയപ്പത്തിനകത്ത് കാന്താരി വരെ വെക്കും. സിസിലി, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്തിനാ ഈ ശർക്കര? പാലപ്പത്തിന് ശർക്കര ഇടണമെന്ന് അമൃത കുഞ്ഞു പറഞ്ഞു. കുഞ്ഞോ? ഏത് കുഞ്ഞ്? അമൃത കുഞ്ഞു പറഞ്ഞു. ഇതാണോ കുഞ്ഞ്? മറ്റവന്റെ കമന്റ് ഇവിടെ. പാലപ്പം ഉണ്ടാക്കാൻ ശർക്കരയോ? ആർക്ക് വേണ്ടിയാ നീ ഇതൊക്കെ ചെയ്യുന്നത്? ഉറുമുവിന് വേണ്ടിയാ. ഇതെന്താ പാലപ്പത്തിന് ശർക്കര ഇടാൻ പോവാ? നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കായിരുന്നില്ലേ? ഈ സീരിയലിനകത്തൊരു പ്രത്യേകമുണ്ട്. ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ല. ഉറുമുവിന്റെ അമൃതയുടെയും മറ്റുള്ളതൊക്കെ വിളയാട്ടമാണ് ഇതിനകത്ത്. അയ്യോ, നമുക്ക് പ്രശ്നമൊന്നുമില്ലേ? ഇപ്പൊ എവിടേക്ക് വന്ന് കയറിയ നിനക്കെങ്ങനെ മനസ്സിലായി പാലപ്പത്തിന് ശർക്കര ഇടാൻ പോകുന്നു? അമൃത പറഞ്ഞോ പാലപ്പത്തിന് ശർക്കര ഇടാൻ പോവാന്ന്? ഉറുമ എന്നാ ഉറുമ നെറ്റിയിൽ കാണിച്ചു വെച്ചേക്കുന്നത്? വീണയോ? ആരാണോ വരച്ചു കൊടുക്കണം നെറ്റിയില്? ചെവിയില് മറ്റേ പടച്ചട്ട. ഇളയമ്മ പൊയ്ക്കോളൂ, ഞാൻ അമൃതയെ പാലപ്പം ഉണ്ടാക്കാൻ പഠിപ്പിക്കാം.
ഞാനാ സ്ഥിരമായി വീട്ടിലത് ഉണ്ടാക്കുന്നത്. ഇവിടെ നോക്കി നിൽക്കുകയുള്ളൂ. ഇവിടെ ചതുരം, അവിടെ ത്രികോണം, ഇവിടെ എന്തുവാ വട്ടം. വട്ടത്തിലും ത്രികോണത്തിലും ചതുരത്തിലൊക്കെ ഊക്ക് മേടിക്കാൻ വേണ്ടി ദേശായി കുടുംബം വീണ്ടും മുന്നോട്ട്. അമൃത, നീ പൊയ്ക്കോ. വർഷ പാലപ്പം ഉണ്ടാക്കട്ടെ. നിന്നെ നല്ലപോലെ ശ്രദ്ധിക്കണമെന്ന് അർജുനോട് ഞാൻ പറയാം. അവന്റെ അമ്മയെ പോലെ മൂക്കത്താവിന്റെ ചുണ്ടി. മുഖത്ത് കുണ്ടിയോ? നീ എന്താ തിരിഞ്ഞു നോക്കാത്തത്? മുഖത്തോട്ടൊന്നും നോക്കാൻ തോന്നണ്ടേ? എന്താ ഇത്? എന്താ മുഖത്തൊരു പാടാ? ഒരുപാടുണ്ടല്ലോ. അത് പിന്നെ രാവിലെ എണീറ്റപ്പോ കട്ടിലടിച്ചതാ. നുണ പറയരുത്. ഹൈക്കോർട്ടല്ലേ സത്യം മാത്രം പറയാനായിട്ട്. 2 മിനിറ്റ് സംസാരിച്ചോളൂ. മതി. ഇതെന്നതാ ചെമ്പരത്തി ഉപ്പിലിട്ട് ഉണക്കിയിട്ട് സ്വർണം പൂശി വെച്ചേക്കുന്നോ? നിന്റെ വല്യമ്മ എന്തിനാ വന്നത്? വീട്ടിലെ പാത്രങ്ങളെല്ലാം കഴുത്തേ വാരിയിട്ടേക്കുന്നത് തള്ള. അർജുൻ നിന്നെ തല്ലിയെന്ന് നീ അറിയിച്ചോ? ഞാൻ അറിയിച്ചിട്ടില്ലമ്മേ. നുണ. നമ്മുടെ കുടുംബ വിഷയം നമ്മളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ലേ? കേട്ടല്ലോ, നിങ്ങൾ കേട്ടല്ലോ. നാട്ടിൽ മൊത്തം പാട്ടാക്കാൻ പാടില്ല, നമ്മുടെ പ്രൈവസി ആണെന്നാണ് ഈ തള്ള പറഞ്ഞത്. അതല്ല, നിന്നെ തല്ലിയ വിവരം നാട്ടിൽ മുഴുവൻ പാട്ടാക്കാനാണെങ്കിൽ പറഞ്ഞോ. നിങ്ങളെല്ലാം കേട്ടല്ലോ. ഇനി ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇതെന്നാ കുട്ടിച്ചാട്ടം വലുതാണോ? കൊമ്പൊക്കെ ഉണ്ടല്ലോ പുറകില്. ദേശായി കുടുംബത്തിന്റെ ഓണറാ. മാഡം, ദേശീയ ഗ്രൂപ്പിന്റെ പുതിയ പ്രോജക്റ്റ് വല്ലതും അനൗൺസ് ചെയ്യാനാണോ പെട്ടെന്നുള്ള ഈ പ്രസ് മീറ്റ്? മാഡം, അടുത്ത ലോക്സഭാ ഇലക്ഷനിലെ ഒരു നാഷണൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നുണ്ടെന്ന് കേട്ടല്ലോ. വ്യവസായ മന്ത്രിസ്ഥാനം ഓഫർ ഉണ്ടെന്നും കേട്ടു. IPL കേരള ടീമിന് വിലക്കെടുക്കാൻ പോവാന്നുള്ളൊരു ശ്രുതി ഉണ്ടല്ലോ മാഡം. എനിക്ക് പറയാനുള്ളത് പറയാനാ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. പിന്നെ എന്തിനാ ഈ ചോദ്യങ്ങള്? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പോലും ഇത്രയും ഗമം. എനിക്ക് പറയാനുള്ളത് ബിസിനസിനെ കുറിച്ചോ ക്രിക്കറ്റിനെ കുറിച്ചോ ഒന്നുമല്ല. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പങ്കജാക്ഷി അമ്മയുടെ ചരമവാർഷികമാണ്. അതായത് എന്റെ അമ്മമ്മ. അപ്പൊ ഇതൊരു അറിയിപ്പായിട്ട് നിങ്ങൾ എടുക്കണം. എന്റെ മകനെ കുറിച്ചാണ്, അർജുൻ ജയ്പാൽ ദേശായിയെ കുറിച്ച്. ഈ തള്ളയാണ് കുറച്ചു മുമ്പ് പറഞ്ഞത്. നമ്മുടെ കുടുംബ വിഷയം നമ്മളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ലേ? ആലോചിച്ച് നോക്കണേ ആ കുടുംബത്തിന്റെ ഒരു മഹിമ. ശരിക്കും ഉറുമുവിന് ഡുവൽ പേഴ്സണാലിറ്റി ആണ് ഈ സീരിയലിനകത്ത്. അർജുൻ ജയ്പാൽ ദേശായിയെ കുറിച്ച്. ഇത് മുണയാനാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പോരാ. ഇതിലൂടെയൊക്കെ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും, അതേപോലെ കാർഡടിച്ച് വിതരണം ചെയ്യാനാണ്. എന്നിട്ട് ഓഫീസിൽ പോകുമ്പോ എന്നെ നോക്കി ടാറ്റ പറയണം. തിരിച്ചു വരുമ്പോ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ചായ, അല്ല ബ്ലാക്ക് ടീ, സന്തോഷത്തോടെ കുടിക്കണം. ഇവിടെ തീർന്നു ആഗ്രഹങ്ങൾ. പിന്നൊരാഗ്രഹം കൂടി ഉണ്ട്. എന്താ? എന്നെ കളിയാക്കരുത്. ഒരിക്കലുമില്ല. ചെണ്ടകൈ കിട്ടിയാ പിന്നെ പറയേ വേണ്ട. ഇന്ത്യക്ക് അവസാന ഇല്ല. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ കൈ കോർത്ത് പിടിച്ച് നടക്കണം. എന്താ സീരിയലിൽ നിങ്ങൾ കൈ കോർത്ത് പിടിക്കാറില്ലേ? അതെന്തിനാ? ഈ ആള് എന്റേതാന്ന് നാട്ടുകാരുടെ മുമ്പിൽ ഗമ കാണിക്കാനാ. സിനിമയിലെ പോലെ യുഗ്മഗാനം പാടി നടക്കണോ? പിന്നിൽ നൃത്തം ചെയ്യാൻ കുറെ പെണ്ണുങ്ങളോ? അതൊന്നും വേണ്ട. എന്നാ അമൃത ഡ്രസ് ചെയ്തോളൂ. കെട്ടിയിട്ട് അവളൊന്നും തൊട്ടിട്ട് പോലുമില്ല പൊട്ടൻ. എന്റെ കൈ പിടിച്ച് നടന്നിട്ട് കണ്ട് അന്ന് ഞാനിവിടെ സൂഹിച്ചോ. കൈ കോർത്ത് പിടിച്ചുകൊണ്ടൊരു യാത്ര, ഷോപ്പിംഗ്, സിനിമ, പിന്നെ ഒരുമിച്ചിരുന്ന ആഹാരം. പറഞ്ഞത് ഒരുമിച്ചിരുന്ന ആഹാരം കഴിച്ചാ അമ്മ വഴക്ക് പറയില്ലേ? അമ്മ കാണില്ലല്ലോ. മറ്റേ കമലൂടെ ചന്ദനമലർ പോലെ മികച്ച ഒരു പരമ്പര ഏഷ്യാനെറ്റിൽ വേറെ ഉണ്ടായിരുന്നുവെന്ന് പറയാൻ കഴിയില്ല. ഏത് ഡ്രസ് ഇടേണ്ടത്? പെറ്റിക്കോട്ട്. കസവ് സാരി. കസവ് സാരി. കസവ് സാരി. തലയിൽ മുല്ലപ്പൂ ചൂടി, തലയിൽ മുൾമുടി, സീമന്തരേഖയിലെ കുങ്കുമം തൊട്ട്. സീമന്തരേഖയോ? തനി ഒരു മലയാളി പെണ്ണായിട്ട് വാ. അപ്പൊ ഇവള് ശരിക്കും തമിഴത്തിയായിരുന്നോ? പോയി വ്യഞ്ജനാക്ഷരം എഴുതി പഠിക്കും. എന്താ നിക്കറായിട്ട് കൊണ്ടേ പോലത്തെ എക്സ്പ്രഷൻ? എന്തിലോ വീണു.
കൗങ്ങല് വല്ലതും പിടിച്ച് കയറുവാണോ? വേറൊരു വലിയ ദിന വേറൊരു വലിയ ദിന എനിക്കിത് കാണാൻ വയ്യ. എന്നാലും ഞാൻ കാണാം. ഒരു തരട്ടെ മതി മതി മതി. എന്താ ഇവിടെ? ഒരു ഉമ്മ തന്നോളൂ. അയ്യേ, റോഡിൽ വെച്ചോ? കണ്ണടച്ചോ, ആരും കാണില്ല. കണ്ണടച്ചു കഴിഞ്ഞാൽ ആരും കാണത്തില്ലെന്നോ? അവിടെ കണ്ണടച്ചാൽ ആരും കാണത്തില്ലെന്നല്ല, കണ്ണടച്ചാൽ നിങ്ങൾ കാണത്തില്ല ആരും. തരൂ, നീ പെട്ടെന്ന് തരൂ. അയ്യോ, മോശമായ കുടുംബത്തിന്റെ മോശം പ്രകടനങ്ങൾ കണ്ടോ? പ്ലീസ് അമൃത, കൊടുക്കണം പ്ലീസ്. താങ്ക്സ്. എല്ലാ വീട്ടിലും ഉള്ളതാ ഇതിൽ വലിയ പ്രശ്നങ്ങൾ. അതാരും അറിയുന്നില്ല എന്ന് മാത്രം. നിങ്ങളത് ഇങ്ങനത്തെ സീരിയൽ വഴി എല്ലാവരെയും കാണിക്കുന്നു, വെറുപ്പിക്കുന്നു. ഇതുപോലുള്ള സാഹചര്യങ്ങൾ മനഃശക്തിയോടെ നേരിടണം. അത് പൊളിച്ചു തള്ളേ. ഇതിനൊക്കെ പരിഹാരം വീട് വിട്ട് ഇറങ്ങാന്നുള്ളതാണോ? ഭർത്താവിനെ വേണ്ടാന്ന് വെക്കല്ല ചെയ്യേണ്ടത്. ജീവി തല്ലി പൊട്ടിക്കണം. കുടുംബത്തെ നേർവഴിക്ക് നയിക്കേണ്ടവളാ ഭാര്യ. ഒരു സ്ത്രീ അവള് പൂർണ്ണതയിൽ എത്തുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഫുൾ A+ മേടിച്ചു കഴിയുമ്പോ മകളായി, അമ്മയായി, അമ്മായിയമ്മയായി, മുത്തശ്ശിയായി, മുതുക്കിയായി, മുതുമുതുക്കിയായി, ചത്ത് പുഴുവരിച്ച് പണ്ടാറടങ്ങുമ്പോ ഫോട്ടോയിലും മന്നും. ഭൂമിയിൽ സ്ത്രീക്ക് മാത്രമായി ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണ് മാതൃത്വം. മാതൃത്വം. ആ സാധനത്തിന്റെ വല്ല വാല്യൂ ഉറുമ കാണിക്കുന്നുണ്ടോ? വൈദവേ തള്ളയ്ക്ക് വരാനുണ്ടോ? ഇവർക്ക് എപ്പോഴും ഈ ചേർക്കേസിൽ നിന്ന് വലിച്ച ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുവരണം. ഈ തള്ളയല്ലേ കുറച്ചു മുമ്പ് മാതൃത്വത്തെ കുറിച്ച് പറഞ്ഞത്? എല്ലാ പുരുഷനും അസൂയപ്പെടുന്നത് അവളുടെ മാതൃത്വത്തെ നോക്കിയ. നീ ഈ വീട്ടിലെ മൂത്ത മരുമകളാ. ആ സ്ഥാനത്തിന് നീ അർഹയാണെന്ന് തെളിയിക്കണം. ഒരു സ്ത്രീയെ ഉപദ്രവിക്കാവുന്നതിന്റെ മാക്സിമം ഇട്ട് ഉപദ്രവിച്ചിട്ട് ഇടയ്ക്ക് കുറെ ഉപദേശവും കൊണയൊക്കെ ആയിട്ട് വരുന്ന ഒരു തള്ള. എന്നിട്ട് ഇതൊക്കെ കുടുംബ മഹിമയാണ്, ഞങ്ങൾ ഭയങ്കര കുടുംബക്കാരാണ്, ഞങ്ങൾ പേരുകേട്ട കുടുംബക്കാരാണ്. അതങ്ങനെ കുറെ എണ്ണങ്ങള്. അഭിമാനത്തോടെ ജീവിക്കണം. അത് കണ്ടെനിക്ക് തല ഉയർത്തി പിടിച്ചു നടക്കണം. ഇപ്പോഴും ഉണ്ട് ഇങ്ങനെ കുറെ എണ്ണങ്ങള്. എടാ, നീയൊക്കെ ഇപ്പൊ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നിന്റെ പൂർവികരെ എങ്ങനെയാണ് ജീവിച്ചത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. നിന്റെ പൂർവികരൊക്കെ ചിലപ്പോൾ വലിയ വലിയ ആൾക്കാരായിരിക്കും. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ് ജീവിക്കുന്നത് അതിന് മാത്രമേ കാര്യമുള്ളൂ. നിങ്ങൾ എപ്പോ എങ്ങനെയാണ് ജീവിക്കുന്നത്, നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അത് മാത്രം പറഞ്ഞാൽ മതി ഇവിടെ, കേട്ടോ. എന്നിട്ട് എനിക്ക് വിളിച്ചു പറയണം. ഉറുമുവിന്റെ മാതൃത്വം കാണുമെങ്കിൽ എന്റെ കഴിഞ്ഞ 2 എപ്പിസോഡ് കണ്ടാൽ മതി. ഞാൻ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് അതിനകത്ത്. ഇവൾ എന്റെ മരുമകളാണെന്ന്. ഓഹോ, ഗാന്ധിജി സ്വപ്നം കണ്ട എപ്പിസോഡ്. പിന്നെ എന്തൊരു തള്ളയടാ ഇത്. നിങ്ങൾക്ക് എന്തൊരു തള്ളേ. നിങ്ങൾ കുറച്ചു മുമ്പല്ലേ ചിരിച്ച് സംസാരിച്ച. നിങ്ങൾ ഇപ്പൊ എന്നതായി കാണിക്കുന്നേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല, ഓർമ്മയിരിക്കട്ടെ. താളിച്ച വർത്താനം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. താളിച്ച മോരുണ്ടാക്കാൻ അറിയില്ലാന്ന് മധുമതിയോട് ഞാൻ പന്തയം വെച്ചു. പിന്നെ നെറ്റിയില് അവൾക്ക് മോരുണ്ടാക്കി കൊടുത്ത് നീ എന്നെ വേലക്കാരിയാക്കിയല്ലേ? ഈ കമന്റ് ഇട്ട മലരനോട് എനിക്ക് പറയാനുള്ളത്, നീ ഇതൊന്ന് കാണ് കേട്ടോ. എന്നിട്ട് നീ തന്നെ പറ എന്ത് പറയാനുള്ള. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഈ കെട്ടഴിക്കാതെ നീ ജോലി ചെയ്യണം. ഇവിടുന്ന് ആദ്യം നിന്റെ ചിത്രം വരയ്ക്കുന്ന മുറി വരെ പോണം. ഭയങ്കര വീരുകെട്ട കുടുംബ, വീടിനകത്ത് കണ്ണുപൊത്തി കളിക്കുന്നു. അവിടെ ചെന്നിട്ടാണ് അടുത്ത ശിക്ഷ. ഇവർക്കൊന്നും പണിയും ജോലിയൊന്നും ഇല്ലേ? ഈ വീടിനകത്ത് കണ്ണിങ്ങനെ മെഴുകി ഇങ്ങനെ ജീവിക്കുന്നു.
പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും തട്ടിയാൽ ശിക്ഷ ഇരട്ടിച്ചുകൊണ്ടിരിക്കും. എന്താണ് ബിഗ് ബോസോ? ചെല്. അഡോൾഫ് ഹിറ്റ്ലർ പോലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവത്തില്ല. ഓ, കുറെ ടാസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ഉറുമോന്റെ മാത്രം സ്പെഷ്യൽ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് വിന്നറായി. അമ്മ പന്തയം വെച്ചതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കാര്യം ഭയങ്കര ധൈര്യമുള്ള കുട്ടിയാ, പക്ഷെ ഒന്ന് തൊട്ടാക്കറിയും. എനിക്കത് സഹിക്കാൻ പറ്റില്ല. പേടിയൊന്നും ഇല്ല അമൃതയ്ക്ക്, കാരണം കുറച്ചെങ്കിലും ബുദ്ധി വേണ്ടേ പേടിക്കാൻ. നിന്റെ സൗന്ദര്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇത് എന്നതായി കഴുത്തേ കിടക്കുന്നേ? നീ ഇത്ര സുന്ദരിയാവാൻ എന്താ ഉപയോഗിക്കുന്നതെന്ന്. ഷീറ്റിട്ട വീടുകളിലൊക്കെ മഴവെള്ളം പോകാൻ വേണ്ടി ഒരു സാധനം ഇടും, അത് കഴുത്തെ ചുറ്റി ഇട്ടേക്കുന്നു ഉറുമു. Madam, many Indian women using natural products like red sandal, turmeric, aloe vera, etc. 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 Oh, tremendous. Oh, tremendous. എന്ന് വെച്ചാ എന്നാ മോളെ, വഴി പോയ ഏതോ മദാമനെ വിളിച്ചു വന്നിട്ട് 10 രൂപ കൊടുത്ത് അഭിനയിപ്പിക്കുക. Madam, many Indian women using and etc. etc. എന്താണ് മദാമ പോണേ? ആരാണ് ഈ പീപ്പി ഊതുന്നതിന്റെ ഇടയ്ക്ക്? ഒരാള് ചത്ത് കിടക്കുമ്പോഴാണ് ആ തെണ്ടികളെ പീപ്പി ഊതി കളിക്കുന്നത്. ഉറുമോന്റെ പെർമിഷൻ എടുക്കാണ്ടാണ് അർജുൻ കരയുന്നത് കേട്ടോ. നോട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ. ആംബുലൻസിന്റെ ഒരു അമൃതയുടെ പേര്. ചായ. മോളുടെ കയ്യിൽ കരിവളയൊക്കെ ഇച്ചിരി വെളുത്ത വളയുടെ ചക്കി കൊടുത്തയച്ചതാ. ചക്കി അപ്പുറത്തെ വീട്ടിലെ പട്ടിയതുണ്ടായിരുന്നു. അവിടെയല്ല, ഇവിടെ നോക്കാം. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? നീ പോ. അതീവ സുന്ദരിയ. 10,000 രൂപ സമ്മാനം. മൂഡ് സിങ്സും മകന് മാത്രമല്ല, ഈ തള്ളയ്ക്കും ഉണ്ട്. വേണം. അരമണിക്കൂറായി ഉമ്മ നോക്കി നിൽക്കുന്ന കൊടുക്കുകൊണ്ടും. ഇല്ല, ഇവിടെ വെച്ച് വേണ്ട, ആരെങ്കിലും കാണും. സീരിയൽ തീരാറായി, ഒരു ദിവസത്തെ സീരിയൽ അങ്ങനെ തീർന്നു. വേണ്ട 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 വേണ്ട. അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്ത? നീ ഉണ്ണടാ, മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിട്ടുള്ള വന്നി. പറഞ്ഞില്ലേ, ആരെങ്കിലും കാണൂട്ടോ. ഞാൻ സമ്മതിക്കില്ല. സ്വപ്നം കാണാറുണ്ട്, നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. സ്വപ്നം കണ്ടാൽ കുഞ്ഞുണ്ടാവില്ല കുട്ടി. ഉപഗുപ്തൻ വാസവദത്തർ പറഞ്ഞതുപോലെ സമയമായിട്ടില്ല പോലും. മൊണ്ണത്തെയും കൂടെ ഇരിക്കണം വരയ്ക്ക്. ഞാൻ നല്ല ടയർഡാണ്. ഇങ്ങനെ രണ്ടെണ്ണങ്ങള്. താൻ തന്റെ ചിത്രത്തിന്റെ ആശയം ഗർഭം ധരിച്ചോളൂ. ഞാൻ ഉറങ്ങാൻ പോകും. എന്റെ ടക്കട് കണ്ടിട്ടുണ്ടോ? ചങ്ക് വളർന്നു പോയുടെ ഭാഗത്തിന്റെ. അത് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ പോകുന്നു. അരുത്, മിണ്ടരുത്. അരുത്, അരുത്, മിണ്ടരുത്. ദൈവമേ, ഇതൊക്കെ കുത്തിയിരുന്ന് കണ്ട പെണ്ണുങ്ങളും ആണുങ്ങളെയൊക്കെ ഞാനിങ്ങനെ മരിക്കും. ബൈ ദ വേ, ഞാനിതൊക്കെ കുറച്ച് കണ്ടിട്ടുണ്ട്. ഞാനിതല്ല കേട്ടോ കണ്ട, ശരിക്കും പറഞ്ഞ ഇതല്ല. മിണ്ടരുത്. അമ്മയ്ക്ക് കിളിയോ അങ്ങനെ ഒരു സാധനമുണ്ട്, അമ്മക്കിളി. ആ സീരിയലായിരുന്നു ഞാനിരുന്ന് കണ്ടത്. മതിയായി. പക്ഷെ അത് കുറച്ചുകൂടി ഭേദമായിരുന്നു. ഇതാണ് ഇത്രയേ ഉള്ളൂ എൻ്റെ സീരിയൽ റിയാക്ഷൻ. ഇനി എപ്പോഴെങ്കിലും വല്ലതും കിട്ടുവാണെങ്കിൽ ഞാൻ നോക്കാം. എനിക്ക് എല്ലാ വീഡിയോയുടെ അവസാനം പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്, കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെട്ട അടുത്തൊരു റിയാക്ഷനായിട്ട് നമ്മളിവിടെ തന്നെ വരുന്നതായിരിക്കും. ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ടെലിഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും അയച്ചു തരിക. സോ ബൈ ഫോർ നൗ.